ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഡൽഹി സീരീസിന് ശേഷം ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന വീഡിയോ ആണ് പയ്യമ്പലം ബീച്ച് കണ്ണൂരിലുള്ള. ഇതും ഞാൻ ആ ടൈമിൽ ഒരു 1-1.5 വർഷത്തിന് മുമ്പെടുത്ത വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനും എൻ്റെ അനിയത്തിയും ഫ്രണ്ട്സും കൂടിയാണ് ഇവിടെ വന്നത്. ഞങ്ങൾ ആദ്യം പോയിട്ടൊരു ജ്യൂസൊക്കെ കുടിച്ചു. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഉച്ചയ്ക്ക് ഈ വെയിലുള്ള ടൈമിൽ ഈ ബീച്ചിൽ വരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പയ്യമ്പലം ബീച്ച് വിസിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഈ കടൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എൻ്റെ വീട് ഈ കടലിനോട് ചേർന്നല്ല, കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പം ഈ കടൽ വരുന്നത് തന്നെ നമുക്കൊരു ടൂർ പോകുന്ന പോലെയാണ്, ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. ഗായ്സ്, ഇനി ഞങ്ങൾ പോകാൻ പോകുന്ന ഒരു ചെറിയ ബോട്ടിങ്ങിനാണ്. ഞാൻ അവിടെ വന്നപ്പോഴാണ് ഈ ബോട്ടിങ് കണ്ടത്. അപ്പം തന്നെ ബുക്ക് ചെയ്ത് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു, കടലിനുള്ളിലേക്ക്. ഞാൻ ഇതിനു മുമ്പും കടലിനകത്തേക്ക് പോയിട്ടുണ്ട് ഗോവയിൽ. അത് ഒരു പ്രാവശ്യം ഞാൻ എന്തെങ്കിലും സീയിലുള്ള നമ്മളൊരു പാരാഗ്ലൈഡിങ് ഇല്ല, എന്തെങ്കിലും ഒരു പേരുണ്ട് അതിനും, അത് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ അവിടെ ഭയങ്കര തിരമാലയും ഇതൊക്കെ ആയതുകൊണ്ട് അത് നടന്നില്ല. സീ പാരലിംഗ് അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അതിന് ശേഷം ഇത് സെക്കൻഡ് അല്ല, അന്ന് തന്നെ ഞാൻ 2 പ്രാവശ്യം കണ്ട് ഡോൾഫിനെ കാണാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴാണ് പോകുന്നത് കടലിനുള്ളിലേക്ക്. അങ്ങനെ ഈ ചെറിയ ബോട്ടിൽ ഞങ്ങളെല്ലാവരും കയറിയിരുന്നു. ഇനി പോവാണ് ഗായ്സ്, നമ്മളിനി കടലിൻ്റെ ഉള്ളിലേക്ക്. നമ്മൾക്ക് ഒന്നിച്ചു പോകും. എനിക്കിങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എന്നെ കണ്ടാൽ തോന്നുന്നുണ്ടോ ഈ ടൈമിൽ ഞാൻ വന്ന് ഇറങ്ങിയുള്ളൂ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ. അതിന് ശേഷം അപ്പം തന്നെ ദാണ്ടെ കടലിലേക്ക് പോകുന്നു, എവിടെയും പോവാതെ. ഇതൊക്കെയാണ് എൻ്റെ ഓരോ വിനോദങ്ങൾ. ശരിക്കും ഞാൻ പറന്നു പോകുന്ന പോലെ ഉണ്ട്. തൊപ്പിയും ഞാനും എല്ലാം കൂടെ ഇപ്പോൾ വെള്ളത്തിൽ കിടന്നേനെ. പക്ഷെ ആ ചേട്ടൻ പിടിച്ചത് കൊണ്ട് രക്ഷ. Such an amazing experience. भाई आप भी हाँ नहीं बोलना. So guys, now we are going back. Inside the sea. അങ്ങനെ കുറച്ചധികം ഉള്ളിലേക്ക് പോയതിനു ശേഷം ഇപ്പം തിരിച്ചു വരുവാണ് നമ്മൾ കരയിലേക്ക്. ഇങ്ങനെയാണ് പോയത്, നമുക്കിതൊന്നും മനസ്സിലാവില്ല. ഇനി കുറച്ച് നേരം വെള്ളത്തിനുള്ളിൽ എൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ, അല്ല എന്താണ്, ബീച്ചിൻ്റെ സൈഡിൽ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്.
എനിക്ക് ഈ മണലിൻ്റെ സൈഡിൽ ഇങ്ങനെ പേര് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു ഞാൻ. ബൈ ഫ്രണ്ട്സ്, വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇനി ഈ ബീച്ചിനോട് ബൈ പറയാൻ സമയമായി. അങ്ങനെ ഞാൻ ബീച്ചിനെ മിസ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ബൈ ബൈ ഫ്രണ്ട്സ്, ബൈ ഫ്രം പയ്യമ്പലം ബീച്ച്, കണ്ണൂർ. ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് പയ്യമ്പലം ബീച്ചാണോ മുഴുപ്പിലങ്ങാട് ബീച്ചാണോ എന്ന്. പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് പയ്യമ്പലം എന്ന്. അങ്ങനെയാണ് ഞാൻ കൺഫേം ചെയ്തത്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്, അവിടെയൊക്കെ പോയി കാണാൻ വേണ്ടി എങ്ങനെയാന്നൊക്കെ. ട്രെയിനിലാണ് ഇനി വീട്ടിലേക്ക് പോകുന്നത്. ഓക്കെ ഗൈസ്, ബൈ ബൈ.